നൂറ്റാണ്ടുകളോളം നേപ്പാൾ ഒരു ഹിന്ദുരാഷ്ട്രമായാണ് അറിയപ്പെട്ടിരുന്നത്. ക്ഷേത്രങ്ങളും പാരമ്പര്യങ്ങളും രാജഭരണവും എല്ലാം സനാതന സംസ്കാരത്തെ കേന്ദ്രീകരിച്ചായിരുന്നു. എന്നാൽ 2008 മെയ് 28 ചരിത്രം മാറിമറിഞ്ഞു. നേപ്പാളിന്റെ ഹിന്ദുരാഷ്ട്ര പദവി നീക്കം ചെയ്യപ്പെടുകയും അതൊരു മതേതര രാജ്യമായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. ഇന്ന് സ്വയം ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കുന്ന നേപ്പാളിൽ 10 ലക്ഷത്തിലധികം ക്രിസ്ത്യൻ ജനസംഖ്യയുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും മുൻപ് ഹിന്ദുക്കളോ ബുദ്ധമതക്കാരോ ആയിരുന്നു. 1950 ക്രിസ്ത്യൻ മിഷണറിമാരെ നേപ്പാളിൽ നിന്ന് പുറത്താക്കുകയും മതപരിവർത്തനത്തിന് സമ്പൂർണവും നിയമപരവുമായ നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും മിഷണറിമാർ നേരിട്ടുള്ള മതപ്രചരണം തന്ത്രപൂർവ്വം ഒഴിവാക്കി വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, സാമൂഹ്യ സംഘടനകൾ എന്നിവയെ മാധ്യമങ്ങളായി ഉപയോഗിച്ചു. വിദ്യാഭ്യാസത്തിൻ്റെയും ചികിത്സയുടെയും പേരിൽ ക്രമേണ ജനങ്ങളെ അവരുടെ പരമ്പരാഗത സ്വത്വത്തിൽ നിന്ന് അകറ്റി. ഈ പ്രക്രിയയിലെ കേന്ദ്രബിന്ദുവായി ഉയർന്നു വന്നത് ബിഷപ്പ് ആന്റണി ഫ്രാൻസിസ് ആയിരുന്നു. ഒരു സനാതന കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം മിഷണറി സ്ഥാപനങ്ങളിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ മതവിശ്വാസിയായിരുന്നുവെങ്കിലും മകനെ പഠിക്കാനയച്ച ലോകം അദ്ദേഹത്തെ ബ്രെയിൻ വാഷ് ചെയ്യുകയും 1968 അമൂല്യനാഥ് ശർമ്മ ബിഷപ്പ് ആന്റണി ഫ്രാൻസിസായി മാറുകയും ചെയ്തു. വൈദികനായ ശേഷം ഇന്ത്യയിലെ മിഷണറി വിദ്യാഭ്യാസ മാതൃകയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കിയ അദ്ദേഹം 1980കളിൽ അതേ മാതൃക നേപ്പാളിലും നടപ്പിലാക്കി. ബീരേന്ദ്ര രാജാവിനെയും ജ്ഞാനേന്ദ്ര രാജാവിനെയും പഠിപ്പിച്ചതുവഴി ബിഷപ്പ് ആന്റണിക്ക് രാജകുടുംബവുമായി അടുത്ത ബന്ധമുണ്ടായി. ഇതിൻ്റെ ഫലമായി ആ വർഷം ഒക്ടോബർ 7 നേപ്പാളും കത്തോലിക്ക സഭയും തമ്മിൽ രൂപീകരിച്ച മിഷൻ സുയി ജുറിസ് എന്ന സ്ഥാപനം നിലവിൽ വന്നു. വെറും 7 വർഷത്തിനുള്ളിൽ, അതായത് 1990ഓടെ നേപ്പാളിൽ സുവിശേഷത്തിനായി പരിശീലിപ്പിക്കപ്പെട്ട ക്രിസ്ത്യാനികളുടെ എണ്ണം 40,000-ലെത്തി. 1990 സെപ്റ്റംബർ 3 കാരിത്താസ് നേപ്പാൾ എന്ന NGO സ്ഥാപിതമായി. സ്കൂളുകൾ വഴി 17,000-ലധികം വിദ്യാർത്ഥികൾ ചർച്ച് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു. 7,000-ലധികം പരിശീലനം ലഭിച്ച സുവിശേഷ പ്രവർത്തകർ സജീവമായി. ഓരോ വർഷവും 100 കണക്കിന് ആളുകൾ സ്നാനം സ്വീകരിച്ചു. പ്രകൃതി ദുരന്തങ്ങൾ, പ്രത്യേകിച്ച് 2015 ഭൂകമ്പം പോലും ഇതിനുള്ള അവസരങ്ങളായി ഉപയോഗിക്കപ്പെട്ടു. 2008 നേപ്പാൾ മതേതരമായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോഴേക്കും സമൂഹത്തിലെ ഒരു വിഭാഗം തങ്ങളുടെ സനാതന വേരുകളിൽ നിന്ന് മാനസികമായി വിച്ഛേദിക്കപ്പെട്ടിരുന്നു. വ്യവസ്ഥാപിതമായ ബ്രെയിൻ വാഷിങ്ങും മിഷണറി ശൃംഖലയും എങ്ങനെയാണ് ഒരു ഹിന്ദു രാഷ്ട്രത്തിൻ്റെ ആത്മാവിനെ സാവധാനം പരിവർത്തനം ചെയ്തതെന്നാണ് ഈ ചരിത്രം പറയുന്നത്.